നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ മെസ്സിയെ ശ്രദ്ധിക്കണം. കാരണം 2 പോസിബിലിറ്റീസാണുള്ളത്. യുവാൻ സെബാസ്റ്റ്യൻ വെറോൺ പറയുകയാണ്, അർജൻറ്റീന ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ട വെറോൺ, അവരുടെ മുൻ താരം വെറോൺ മെസ്സിയുടെ കാര്യത്തിൽ 2 പോസിബിലിറ്റി കാണുന്നു. ഒന്നുകിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തി റീഇൻവെൻറ്റ് ചെയ്ത് അങ്ങ് എക്സ്പ്ലോഡ് ചെയ്യും, വേൾഡ് കപ്പിൽ ആർക്കും തടുക്കാൻ പറ്റാത്ത പോലെയാകും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫിസിക്കൽ ഡിഫിക്കൽറ്റീസ്, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വേൾഡ് കപ്പിൽ തിളങ്ങാൻ പറ്റാത്ത അവസ്ഥയും വരും. അതുകൊണ്ട് മെസ്സിയുടെ കാര്യത്തിൽ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. അദ്ദേഹത്തിൻ്റെ സമയം മാനേജ് ചെയ്യുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഒരുക്കി കൊടുക്കണം എന്ന് പറയുന്നു യുവാൻ സെബാസ്റ്റ്യൻ വെറോൺ. വേൾഡ് കപ്പിൽ ലിയോ മെസ്സി നാളെ കളിക്കാനിറങ്ങുന്നു. സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം മറ്റന്നാൾ രാവിലെ 6:30 അർജൻറ്റീനയുടെ ആദ്യ മത്സരം. എതിരാളികൾ അൾജീരിയയാണ്. നമുക്കറിയാം, മെസ്സി പരിക്കിൻ്റെ പിടിയിലായിരുന്നു. ആദ്യ സന്നാഹ മത്സരം അദ്ദേഹം മിസ് ചെയ്തു. രണ്ടാം സന്നാഹ മത്സരത്തിൽ കുറഞ്ഞ സമയമാണ് കളിച്ചത്. കുറേ നാളുകളായിട്ട് അദ്ദേഹത്തിന് ഒരു മസിൽ ഇഞ്ചുറി ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ അത് നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വേൾഡ് കപ്പിൽ. അതാണ് സെബാസ്റ്റ്യൻ വെറോൺ ഈ രൂപത്തിൽ വളരെ കോഷ്യസ് ആയിട്ടുള്ളൊരു അപ്രോച്ച് എടുക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ TNT സ്പോർട്സ് അർജൻറ്റീന റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, തീർച്ചയായിട്ടും നമ്മൾ ലിയോ മെസ്സിയെ സഹായിക്കണം. എന്താണെന്ന് വെച്ചാൽ വി ഹാവ് ടു ബി കെയർഫുൾ വിത്ത് മെസ്സി ആൻഡ് ഹിസ് വേൾഡ് കപ്പ് ക്യാമ്പയിൻ. മെസ്സിയുടെ വേൾഡ് കപ്പ് ക്യാമ്പയിനെയും മെസ്സിയുടെ കാര്യത്തിലും നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അദ്ദേഹത്തിന് എല്ലാ മത്സരങ്ങളും കളിക്കാൻ പറ്റും, അദ്ദേഹം മുഴുവൻ സമയം കളിക്കും എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ എനിക്കറിയില്ല അത് സാധ്യമാണോ എന്നുള്ളത്. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ അദ്ദേഹത്തെ സഹായിക്കണം. അദ്ദേഹത്തിന് ടീമിനെ സഹായിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ. അതാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷനും മറ്റുമൊക്കെ നല്ല രൂപത്തിൽ അസസ് ചെയ്ത് വേണം നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചിലപ്പോൾ മെസ്സി വേൾഡ് കപ്പ് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം റീഇൻവെൻറ്റ് ചെയ്ത് വളരെ മികച്ച രൂപത്തിൽ എക്സ്പ്ലോഡ് ചെയ്ത് ഈ വേൾഡ് കപ്പിൽ ആർക്കും തടയാൻ പറ്റാത്ത രൂപത്തിലേക്ക് അദ്ദേഹം മാറും. അതാണ് അദ്ദേഹത്തിൻ്റെ രീതി. പക്ഷെ അതോടൊപ്പം മെസ്സിയുടെ പ്രായവും മറ്റുമൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, നമ്മൾ തയ്യാറായിരിക്കണം. അദ്ദേഹത്തിന് ഫിസിക്കൽ ഡിഫിക്കൽറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. സോ വി ഹാവ് ടു ബി കെയർഫുൾ എന്നാണ് യുവാൻ സെബാസ്റ്റ്യൻ വെറോൺ പറഞ്ഞത്. തീർച്ചയായിട്ടും 38 വയസ്സ് കഴിഞ്ഞു, 39 വയസ്സിലേക്ക് അദ്ദേഹം അടുക്കുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ലിയോ മെസ്സിക്ക് 39 വയസ്സാവും. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ തന്നെ 90 മിനിറ്റും എല്ലാ കളികളിലും കളിപ്പിച്ച് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് അർജൻറ്റീനയ്ക്ക് അത്രയധികം സാധ്യമാവുന്ന കാര്യമായിരിക്കില്ല. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു പരിക്കിൻ്റെ പിടിയിൽ കുറേ വർഷങ്ങളായിട്ട് അലട്ടുന്ന ഒരു പരിക്കിങ്ങനെ വീണ്ടും അദ്ദേഹത്തെ ബോധറിയിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറോൺ പറഞ്ഞാണ് ശരി, ഒന്നുകിൽ മെസ്സി കയറി അങ്ങ് പൊളിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തെ തടയാൻ പരിക്കുന്ന വില്ലൻ വരാനുള്ള സാധ്യത ഇത്തവണ വളരെ കൂടുതലാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.